കാടുകളുടെ നിശബ്ദതയിലൂടെ മഞ്ഞുമൂടിയ മലനിരകൾക്കിടയിലൂടെ ഇന്നത്തെ യാത്ര നമ്മളെ എത്തിക്കുന്നത് ചരിത്രവും അതുപോലെ തന്നെ ആത്മീയതയും ഒന്നിക്കുന്ന ഒരു അത്ഭുത സ്ഥലത്തേക്കാണ്. അതെ, മംഗളാദേവി ക്ഷേത്രം. കേരളവും തമിഴ്നാടും അതിർത്തി പങ്കിടുന്ന ഈ പുരാതന ക്ഷേത്രം വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന ഓരോ യാത്രകളും ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. കുമളിയിൽ നിന്ന് കാടുകൾക്കിടയിലൂടെ പോകുന്ന ഈ യാത്ര തന്നെ ഒരു അഡ്വഞ്ചറാണ്. വഴിയിലുടനീളം കുളിർമയുള്ള കാറ്റ്, വനത്തിൻ്റെ ശബ്ദങ്ങൾ, പിന്നെ ഇടയ്ക്കിടെ കാണുന്ന മനോഹരമായ മലയുടെ കാഴ്ചകൾ, ഓരോ നിമിഷവും മനസ്സിനെ വല്ലാതെ ശാന്തമാക്കുന്ന ഒരു വ്യൂ തന്നെയാണ് കേട്ടോ ഇവിടെയുള്ള എല്ലാം. ചരിത്രം പറയുന്നത് ഈ ക്ഷേത്രത്തിന് നിരവധി നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്നാണ്. ഇവിടെ എത്തുമ്പോൾ ലഭിക്കുന്നത് ഒരു ക്ഷേത്ര ദർശനം മാത്രമല്ല, പ്രകൃതിയുടെയും വിശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു അപൂർവ അനുഭവം തന്നെയാണ്. ഏകദേശം 11 കിലോമീറ്റർ യാത്ര ചെയ്ത് വേണം നമുക്ക് ഇതിൻ്റെ ക്ഷേത്രത്തിൻ്റെ മുകളിലെത്താൻ. പക്ഷെ ഞങ്ങൾ തിരിച്ചിറങ്ങിയത് നേരെ കുമളിയിലേക്കായിരുന്നില്ല, നേരെ കമ്പത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. പക്ഷേ ആ വഴി കുറച്ചുകൂടി സ്റ്റീപ്പായിരുന്നു. അതുമാത്രമല്ല, താഴെ എത്തിയപ്പോഴേക്കും നന്നേ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. കുമളിയിൽ നിന്ന് മംഗളാദേവിയിലേക്കുള്ള വഴിയേക്കാൾ ഒരുപാട് ഭംഗിയുള്ള വഴികളായിരുന്നു കമ്പത്തേക്ക് ഇറങ്ങുന്ന ഈ വഴികൾ. അങ്ങനെ കമ്പം സൈഡിലേക്ക് ഇറങ്ങി കമ്പത്ത് നിന്ന് ബസ് കയറി കൊണ്ട് ഞങ്ങൾ കുമളിയിലേക്ക് തിരിച്ചു വരികയായിരുന്നു. എന്തായാലും നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ ഇത്.